രോഹിതേട്ടാ, കോട്ടയം ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിൽ ഒരു വിമർശനം ഉയർന്നു. അതായത് 46 വയസ്സായിട്ടും റഹീമിനെ പോലുള്ള നേതാക്കൾ ഡിവൈഎഫ്ഐയിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് സഖാക്കൾ ചോദിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു ചർച്ച എടുത്തിരുന്നു നേഷൻ ഫെസ്റ്റിൽ. ഈ വീഡിയോയുടെ താഴെ വന്നൊരു ശ്രദ്ധേയമായ കമന്റ് ആണ്, ഒരു കാര്യം മനസ്സിലാക്കണം, 46 വയസ്സ് വരെ അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐയിൽ നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല, പകുതി സമയം അദ്ദേഹം എയറിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ഡിവൈഎഫ്ഐയിൽ തുടരാൻ അനുവദിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്. എന്താണ് അഭിപ്രായം? തലനരയ്ക്കുന്ന വാർദ്ധക്യം കേട്ടിട്ടില്ലേ? ആരാ വാർന്ന വലിയ വൈഡാക്കി തന്നെ ആരാ? വി.എസ്. അച്യുതാനന്ദൻ. വി.എസ്. അച്യുതാനന്ദനെ പൊളിറ്റിക്കലി ഫോളോ ചെയ്യാതിരിക്കുകയും എന്നാൽ വി.എസ്. അച്യുതാനന്ദന്റെ ജനപ്രീതിയെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ അഭിനവ കമ്മ്യൂണിസ്റ്റുകളായ CPM നേതാക്കന്മാർക്ക് അങ്ങനെ എടുത്ത് അടിയറായിട്ട് പറയണം, അഭിനവ കമ്മ്യൂണിസ്റ്റുകളായ ഇന്നത്തെ CPM നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് പ്രായം നമ്പർ പ്രായം ഒരു നമ്പർ മാത്രമാണ്. പ്രത്യേകിച്ച് മുണ്ടെടുത്താൽ കേരളത്തിലും പാൻഡിട്ടാൽ കേന്ദ്രത്തിലും ഇനിയല്ല കോട്ടിട്ടാൽ ആഗോളതലത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ യുവ നേതാവായി മാറുന്ന A റഹീം MP. എന്ത് ചിരിക്കാൻ, എന്താണ് അദ്ദേഹത്തിന്റെ പേരല്ലേ? റഹീം. അപ്പോൾ A റഹീം MP, ബഹുമാനായ രാജ്യസഭാംഗം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം യൂത്ത് കോൺഗ്രസിലേക്ക് നോക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വൈകാരികമായി കണക്റ്റ് ആവുന്ന, അവരുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിൽ പ്രസംഗിക്കാൻ കഴിയുന്ന, ജനപ്രീതി കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ജനങ്ങളെ ഇദ്ദേഹം ഞങ്ങളിൽ ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാർ. ഒരു പ്രായപരിധി കഴിഞ്ഞപ്പോൾ MP ഒക്കെ ആയി ഉത്തരവാദിത്വമൊക്കെ കൂടിയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പദം ഒഴിഞ്ഞ് അദ്ദേഹത്തിന് പ്രിയങ്കരനായ മറ്റൊരാൾക്ക് കൈമാറിക്കൊടുത്ത ഷാഫി പറമ്പിലടക്കം, ഷാഫി പറമ്പിൽ മുതൽ യുവാക്കളുടെ കാറ്റഗറി നമുക്ക് അവിടെ തുടങ്ങാം. ഷാഫി പറമ്പിൽ ഇപ്പോൾ ഈ തവണ ജയിച്ചു വന്നതിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിൽ MLA മാരായിരിക്കുന്ന OJ ജനീഷിൻ്റെ വൈകാരികമായ പ്രസംഗങ്ങളല്ല, വർക്കിലാണ് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് ഒരുപാടൊന്നും സംസാരിക്കില്ല, പക്ഷെ സംസാരിക്കുന്നത് വേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഫുട്ബോൾ മത്സരങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? കായിക മന്ത്രി എന്നല്ല അദ്ദേഹം പറഞ്ഞത്, മെസ്സിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ നിന്നൊരു 11 പേരെ അങ്ങോട്ടേക്ക് വിട്ട് കളിപ്പിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കൃത്യമായ പഠനമാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം, അദ്ദേഹം പാർട്ടിയിലില്ലല്ലോ. അപ്പോൾ അയാളുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഇപ്പോഴും ഇത്രയും വലിയ നെഗറ്റീവ് ഷെയ്ഡിൽ നിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, ആ ഒരു ഓറ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ ആലപ്പുഴയിൽ അടികൊണ്ട AD തോമസ്, സുധീർ ഷാ പാലോട് MLA മാരുടെ ലിസ്റ്റ് എടുക്കുകയാണ്. മേയറുടെ ഭർത്താവ് MLA തോൽപ്പിച്ച VT സൂരജ്, പിണറായി വിജയനെ ധർമ്മടത്ത് വിരട്ടിയ VP അബ്ദുൾ റഷീദ് അടക്കം, ഞാൻ പറഞ്ഞത് മത്സരിച്ചതും ജയിച്ചതുമായിട്ടുള്ള ആളുകളാണ്. ഇനി അതിനും അപ്പുറത്തേക്ക് എത്രയോ ചെറുപ്പക്കാർ. എന്തിന്? സ്വന്തം പാർട്ടിക്കകത്തൊരു തെറ്റ് കണ്ടാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ധൈര്യപൂർവ്വം പറയുന്ന അലോഷി സേവ്യറിനെ പോലുള്ള KSUവിൻ്റെ പ്രവർത്തകർ, KM അഭിജിത്ത്, ജിൻഡോ ജോൺ, ആറന്മുള MLA അബിൻ വർക്കി, അങ്ങനെ എത്ര പേരാണ്, എത്ര പേരുടെ പേരുകൾ. ഞാനിത് പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് പേരുടെ പേര് ഞാൻ മാറ്റി നിർത്തുകയാണ്. കാരണം നമ്മൾ സുഹൃത്തുക്കളെ പ്രൊമോട്ട് ചെയ്തു എന്ന് വേണ്ട, അവർക്ക് സങ്കടവും വേണ്ട. എന്തിനു പറയുന്നു? MLA മാരുടെ ലിസ്റ്റിലിരിക്കുന്ന ഒരു മധ്യവയസ്ക് 50, ഈ മധ്യവയസ്സെന്ന് പറഞ്ഞാൽ താങ്കളി തുടങ്ങി വെച്ച റഹീമിൻ്റെ പ്രായത്തിനോട് അടുത്ത് നിൽക്കുന്ന, ഒന്നും കൂടുതലോ ഒന്നും കുറവോ നിൽക്കുന്ന എത്രയോ പേർ, അവരെ നമ്മൾ മാറ്റി നിർത്തിയതാണ്. ജ്യോതികുമാർ ചാമക്കാല, എന്തിന് സന്ദീപ് വാര്യർ, BJPയിൽ നിന്ന് വന്ന് ഈ 140 നിയോജകമണ്ഡലം മത്സരിച്ചതിൽ ഏറ്റവും ഭാഗ്യം ചെന്ന മനുഷ്യൻ. ഗുളികൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് പുള്ളി BJP വിടാൻ തീരുമാനിച്ചതും ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ എത്ര പേരെ പറയാം. ഇനി ഇപ്പുറത്തേക്ക് നോക്കൂ, ബഹുമാനായ വസീഫ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സുമുഖനായ ചെറുപ്പക്കാരൻ, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നൊക്കെയായിരുന്നു. പെട്ടെന്ന് എന്നോട് മേഘ വസീഫ് എന്നൊന്ന് പറഞ്ഞേ,
വസീഫ്. എടാ ഇടി, എടാ ഇടി, ഇതല്ലേ ഓർമ്മ വരും. എടാ ഒരു എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മുതലാളിയുടെ വീട്ടില് ഈടി റെയ്ഡിന് വരുമ്പോ അവിടെ ചോദിച്ചു, എടാ ഇടി, ഇങ്ങോട്ട് നോക്കടാ ഇടി. ഏതോ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം വന്നിട്ട് എടാ CBI എന്ന് വിളിക്കുന്ന പോലെ ആ മനുഷ്യന്റെ വസീഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ സകല ഇമേജും പോയി. ഇവരുടെ നേതാവിന്റെ മകള് കാരണം പോയില്ലേ. അതെ, ഇനി കാര്യമായ കാര്യത്തിനായിരുന്നെങ്കിൽ പിന്നെ ഒരു മറ്റൊരു നേതാവിന്റെ പേര് പറ, ചെറുപ്പക്കാരായ ഒരു നേതാവിന്റെ പേര് പറ. M. സ്വരാജ്. എനിക്ക് ആ പുള്ളിയുടെ മുന്നിൽ പണ്ട് ഞാനിതൊന്ന് മൈക്ക് നീട്ടിയിട്ടുണ്ട്. അയ്യോ, ധാഷ്ട്യം എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ആകാമോ? ധാഷ്ട്യം കണ്ടുപിടിച്ചത് പുള്ളിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇല്ല അതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫൈറ്റ് എടുക്കാൻ ചാടിത്തുള്ളി ഞാൻ പോയപ്പോഴും ചേട്ടൻ എന്നോട് പറഞ്ഞു, മേഘ പോയിട്ട് വരൂ, ഒരു തവണ പോകാൻ സാധ്യതയുള്ളൂ, പക്ഷെ പോയിട്ട് വാ. ഞാനിപ്പോ ചാണ്ടിയമ്മന്റെ ഒക്കെ പേര് പറയാൻ മറന്നുപോയതാ കേട്ടോ. അയ്യോ യെസ്. ഓക്കെ, ചാണ്ടിയമ്മനെ പോലെയൊക്കെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് മറന്നു. എത്ര പേരുടെ പേര് പറയാനാ? ഇനി വേറൊരു DYFI നേതാവിന്റെ പേര് പറ. ഇനി ശിവപ്രസാദ് ഉണ്ട്. ആ പുള്ളി മറ്റേ നമ്മള് ചാളയാണോ കഴിച്ചേ, മത്തിയാണോ കഴിച്ചേ, നെയ്മിന്റെ കഷ്ണമാണോ കഴിച്ചത് മണത്ത് കണ്ടുപിടിക്കുന്നത്. നല്ലൊരു ചെറുപ്പക്കാരനാ, നല്ലൊരു ചെറുപ്പക്കാരനാ. ഇവിടെ നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ട്, നല്ല നേതാവേണ്ടതാണ്. പക്ഷെ പുള്ളി വേറെ എന്തോ ആവാൻ ശ്രമിക്കുകയാണ്. ഇവര് വെക്കുന്ന വെടിയൊക്കെ തിരിഞ്ഞ് ഇവരെ കുണ്ടിക്കന്നെ കൊള്ളുന്ന അവസ്ഥയാണ്. ഇനി വേറെ ആളുണ്ട്, ജയ്ക്ക്. ജയിക്കിനെ പറ്റി ഞാൻ മോശമായിട്ടൊന്നും പറയില്ല. പുള്ളിക്ക് ഒരു കാൻഡിഡേച്ചർ എങ്കിലും കൊടുത്ത് പാർട്ടി ആദരിക്കണമായിരുന്നു. അല്ല, അങ്ങനെയല്ല, അതുകൊണ്ടല്ല. ജയിക്ക് ഇനി പരാജയപ്പെടാൻ വയ്യ എന്നുള്ളതുകൊണ്ട് മാറിയത്. കാരണം ഇവരെന്താ ചെയ്തേ, മത്സരിച്ച് ജയിച്ച എല്ലാവരും അതേപോലെ മത്സരിപ്പിച്ചു, വലിയ ഒന്നും നടത്തിയില്ല. അപ്പം പുതുപ്പള്ളി വേണമെങ്കിൽ ജയിക്കിന് വേണമെങ്കിൽ മത്സരിച്ചു. പുതുപ്പള്ളി അല്ലാതെ മറ്റൊരു സീറ്റ് കൊടുക്കാൻ അവരുടെ കയ്യിലും ഇല്ലായിരുന്നു. അത് വേണ്ട എന്ന് തീരുമാനിച്ച് ജയിക്ക് പാൻറ്റിട്ട് ഡൽഹിക്ക് പോയി എന്നുള്ളതാണ് സത്യം. ജയിക്കേണ്ടവരാണ്, വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഭാഗ്യമില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവരുടെയൊക്കെ പ്രശ്നം. എന്താ പറയുക, ഇവർ ഈ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് റിയൽ ലൈഫിലും സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ജയിക്ക് ദിവസം നമ്മൾ ക്ഷണിച്ച് നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുണ്ട്. നല്ല എത്ര സിമ്പിൾ, ട്രെയിനിൽ വന്നു, അവിടുന്ന് നമ്മുടെ കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല, ബൈക്കിലാണ് വന്നു, അല്ല കാറിൽ തന്നെയാണ് പുള്ളി വന്നു, കുറേ നേരം സംസാരിച്ചു. വളരെ സിമ്പിളായിട്ട് പോയി ഒരു മനുഷ്യൻ. അങ്ങനെ ഒരുപാട് പേർ ഉണ്ട് CPM. പക്ഷെ ഇവർക്ക് ആർക്കും ഈ ചെങ്കൊടി പിടിക്കുന്നവർക്കല്ലാതെ മറ്റാരിലേക്ക് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇനി കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയ കുറച്ച് പേരുണ്ട്. അവർക്കെങ്കിലും അത് സാധിക്കുമെന്ന് വിചാരിച്ച് പാർട്ടി ഡോക്ടർ സരിനെ പോലുള്ളവരെ വളർത്തി. ഈ സരിൻ ഡോക്ടർ സരിൻ, ആരാധ്യനായ ഡോക്ടർ സരിൻ, പ്രിയപ്പെട്ട സുഹൃത്തും ഈ മേഖലയിൽ. സരിൻ്റെ പ്രശ്നം, സരിൻ കുറച്ച് അവലോകനങ്ങൾ നടത്തി ഇലക്ഷന് പോകുന്നു. എന്ന് സരിൻ ഈ അവലോകനം നടത്തുന്നു, ഡേറ്റയൊക്കെ വെച്ചിട്ടാണ്, അങ്ങനെയാണ് പിരാരി എന്നുള്ള പേര് വിളിക്കുന്നത്. എന്ന് പുള്ളി അവലോകനം നിർത്തുന്നോ ഒന്ന് രക്ഷപ്പെടുമായിരിക്കും. അതാലോചിച്ചു. സരിൻ ആ പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് സരിൻ്റെതായ ന്യായങ്ങളും ബോധ്യങ്ങളും ഉണ്ട്. സരിൻ അതിന് സങ്കടപ്പെടുന്നുമില്ല. എങ്കിൽ പോലും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വിട്ടുപോയില്ലായിരുന്നുവെങ്കിൽ സരിൻ ഇന്ന് എവിടെയെങ്കിലും MLA ആയിരുന്നു. നല്ല ഒരു പൊസിഷനിങ് കിട്ടേണ്ടുന്ന MLA ആയിരുന്നു. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മുഖങ്ങൾ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. വിട്ടുപോയല്ലോ. CR മഹേഷ്, PC വിശ്വനാഥ് അടക്കം. എനിക്കത് ഈ PC വിശ്വനാഥിന്റെ കണ്ട് പ്രായം ഒന്ന് നോക്കിയേ. PC വിശ്വനാഥിന് എത്ര വയസ്സുണ്ടെന്ന് നോക്കിയേ. 40 സംതിങ് ആണ്. 48 വയസ്സുണ്ട്. PC വിശ്വനാഥ് 48 ഉണ്ട്. ഡബിൾ റഹീമിക്കോ 46. 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. എന്റെ പൊന്ന് റഹീമിക്ക. PC വിശ്വനാഥ് ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ന് BJP ആണെന്ന് അവകാശപ്പെടുന്നെങ്കിൽ പോലും ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിന്റെ ദേശീയ കമ്മിറ്റിയിൽ ഉള്ള ആളാണ് PC വിശ്വനാഥ്. അദ്ദേഹം മുഴുവൻ 4 തവണ മത്സരിച്ചു. അതിൽ 3 തവണ വിജയിച്ചു. 1 തവണ ചെങ്ങന്നൂരിൽ നിന്ന് പരാജയപ്പെട്ടു. അദ്ദേഹം ഇന്ന് സംസ്ഥാനത്തെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാണ്. നമ്മളൊക്കെ PC വിശ്വനാഥിനെ കരുതുന്നത് ഒരു മുതിർന്ന നേതാവിന്റെ ഭാവത്തിലാണ്. അദ്ദേഹവും നിങ്ങളും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇനിയെങ്കിലും ഈ പരിപാടി അവസാനിപ്പിക്കണം. സ്വന്തം പാർട്ടി പോലും പറയുകയാണ്. നിങ്ങൾ ചെന്നിട്ടില്ല SFI പിള്ളേർ സമരം വിളിക്കുന്നിടത്ത് ഇരിയടാ അവിടെ മുണ്ടും പറയുന്നത് ആ പ്രായം കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. ഈ എന്റെ ശത്രു, എന്റെ എതിരാളി, അദ്ദേഹത്തിന്റെ ഭാഷ പറയാ, എന്റെ എതിരാളി
ഷാഫി പറമ്പിലാണ് എന്നൊരു ചിന്ത സ്വമേധയ റഹീമിക്ക് കയറി പറ്റിയിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മാലിന്യത്തിന്റെ, പൊളിറ്റിക്കൽ വേസ്റ്റിന്റെ പേരാണ് ഷാഫി പറമ്പിൽ. വടകരയിൽ അദ്ദേഹത്തിന്റെ മത്സരം ഈ പ്രസംഗമുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട നമ്മുടെ ഈ ആർക്കൈവ് ഡിപ്പാർട്ട്മെന്റിൽ കേരളത്തിലെ പഴയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ, പത്മനാഭൻ, ശ്രീനാരായണ ഗുരു, അതുപോലെ അയ്യങ്കാളി മുതൽ ഇങ്ങോട്ട് EMS നമ്പൂതിരിപ്പാട്, കരുണാകരൻ, ഇങ്ങനെ ഇവരുടെയൊക്കെ പ്രസംഗങ്ങൾ ഒരു പുസ്തക രൂപത്തിലൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ സൂക്ഷിക്കേണ്ടുന്നൊരു പ്രസംഗമാണ് വടകരയിലെ. എന്താ വിഷയം? കാഫിർ സ്ക്രീൻഷോട്ട്. എന്നിട്ട് എന്തായ അവസ്ഥ? വെച്ചവെടി അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഒന്നുമില്ല, വെച്ചവെടി ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കറങ്ങി തിരിഞ്ഞു വന്ന് കുട്ടിക്ക് കൊണ്ട അവസ്ഥയാണ്. നിങ്ങളെ നമ്മൾ ഷാഫി പറമ്പിലായിട്ടല്ല കാണുന്നത്, നിങ്ങളെ നമ്മൾ കാണുന്നത് ഞാനൊന്നും പറയുന്നില്ല. അതെ, ഒന്ന് ആലോചിച്ച് കൂടി ഒരു ജില്ലാ നേതൃത്വം തന്നെ പറയുകയാണ് ഇയാൾക്ക് ഇത് എന്ത് ചെയ്യുവാണത്. ഇനി മറ്റൊരു വിഷയം പറഞ്ഞു. 2 ദിവസമായിട്ട് ഇവിടുത്തെ സഖാക്കന്മാര് പാർട്ടി പത്രം, പാർട്ടി ചാനലൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ കേൾക്കാൻ ആളില്ലേ, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിന്റെ ലൈവ് എടുക്കാനില്ലേ. കഴിഞ്ഞ ദിവസം അയ്യപ്പദാസിന്റെ ചർച്ച ചെയ്താരാണ്ട് പറഞ്ഞ അയ്യപ്പദാസ് എടുത്ത് ചലക്കി. ഈ പുള്ളി ലൈവ് കൊടുത്ത 1ാമത്തെ മിനിറ്റിലാണ് കോഴിക്കോട് ക്ലോക്ക് ടവർ തകർന്നു വീഴുന്നത്. അപ്പൊ സ്വാഭാവികമായും കോയിൻസിഡൻസ് ആയിരിക്കാം, അതല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും ജനാർത്ഥത്തിൽ പോയതല്ല, വേഗം ഓർത്തില്ല. സ്വാഭാവികമായും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ തിരുവനന്തപുരം, തമ്പാനൂർ പോലെ, എറണാകുളം നോർത്ത് സൗത്ത് പോലെ അതിപ്രാധാന്യമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അവിടെയൊക്കെ വരേണ്ടിയിരിക്കുന്ന പല ട്രെയിനുകളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവരുടെ ബന്ധുക്കൾ, ബന്ധുമിത്രാദികളൊക്കെ കാത്തു കെട്ടി കിടക്കുന്ന ഒരു സമയമാണ്. ഇങ്ങനെ അപകടം നടന്നു എന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഏതൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെയും മാധ്യമത്തിൻ്റെയും മാധ്യമധർമ്മമാണ്. ഈ പ്രാവശ്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആ മാധ്യമധർമ്മം പഠിപ്പിക്കാനൊന്നും ഇങ്ങോട്ട് വരണ്ട. അതുകൊണ്ടാണ് അത് കൊടുക്കാൻ പറ്റുന്നത്. പരിണിത ഫലം എന്താ? അമ്രാൻ കോപിച്ചു തൽക്ഷണം. അമ്രാൻ കോപിച്ചു. ഇന്ന് കാലത്ത് ബൈറ്റ് എടുക്കാൻ ചെന്ന മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു, ഡോർ അടക്ക, നിങ്ങൾക്ക് വാർത്ത വേണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഡോർ അടക്കണ്ടേ? എനിക്ക് കൊല്ലം പറയാനുള്ളപ്പോ അങ്ങോട്ട് പറയും, കോലും പിടിച്ച് എന്റെ പിന്നെ അമ്രാൻ കോപിച്ചതിന്റെ 2ാം പതിപ്പാണ്. അമ്രാൻ കൽപ്പിച്ചു നോക്കി, ഡോർ അടച്ചു. ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, കറുത്ത വണ്ടിയല്ല, വെളുത്ത വണ്ടി, ഇന്നോവ ക്രിസ്റ്റയും അല്ല, കിയയും അല്ല, വേറെ ഏതോ ഒരു വണ്ടി. അതും ബാക്കിൽ 3 പേർ, 3ൽ 1ാമനായി ഇദ്ദേഹം ഇരിക്കുന്നു. അപ്പൊ എന്നെ മനസ്സിലേക്ക് തോന്നിയത്, 2-4 ദീനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ വാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഇവിടുത്തെ ഭവാൻ ജനങ്ങളാണ്. VD സതീശന് നാളെ മുഖ്യമന്ത്രി പദം ഒഴിയേണ്ടി വരുന്നു. പ്രതിപക്ഷ നേതാവ് പോലും ആകാൻ പറ്റുന്നില്ല എന്ന് വെച്ചു. അദ്ദേഹം ബസ്സിൽ കയറിപ്പോയാലും, ട്രെയിനിൽ കയറിപ്പോയാലും, നടന്നു പോയാലും, ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചു പോയാലും ആളുകൾക്ക് സങ്കടം തോന്നില്ല. പുള്ളി അങ്ങനെയൊക്കെയാണ്. VD സതീശൻ മാത്രമല്ല, മറ്റു നേതാക്കന്മാർ EMS പോയാലും, നയനാർ പോയാലും, അച്ഛനെ പോയാലും ആർക്കും തോന്നില്ല. പക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളൊരു ബിംബം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുന്നിൽ പോലീസിൻ്റെ, ലോക്കൽ പോലീസിൻ്റെ ഒരു വണ്ടി, അതിൻ്റെ പിന്നിൽ CI റാങ്കിലുള്ള ഒരാളുടെ വണ്ടി, അതിൻ്റെ പിന്നിൽ DYSP റാങ്കിലുള്ള ഒരാളുടെ വണ്ടി, അതിൻ്റെ പുറകിലൊരു കറുത്ത ഇന്നോവ ഫുൾ ഓപ്ഷൻ വണ്ടി, അതിൻ്റെ ബാക്കിൽ ഒരു കറുത്ത കിയ ഫുൾ ഓപ്ഷൻ വണ്ടി, അതിൻ്റെ പുറകിൽ വീണ്ടും ഒരു കറുത്ത ഇന്നോവ ക്രിസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടി, അതിൻ്റെ പുറകിൽ മറ്റൊരു പോലീസ് വാഹനം, അതിൻ്റെ പുറകിൽ കേരള ഫയർഫോഴ്സിൻ്റെ ഒരു വലിയ വണ്ടി, ഒരു 6 ടയറുള്ള ഒരു വണ്ടി, അതിൻ്റെ പുറകിൽ 108ൻ്റെ ഒരു ആംബുലൻസ്, അതിൻ്റെയും പുറകിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു വണ്ടി, അതിൻ്റെ പുറകിൽ ഒരു വണ്ടി. ഇത് മിനിമം. ഇങ്ങനെ യാത്ര ചെയ്ത മനുഷ്യനാണ് എന്നിട്ട് കാറിനകത്ത് ബാക്കിൽ 3 പേര് കയറി ഇരുന്ന് പോകുന്നവരാണ് മാധ്യമങ്ങൾ പോയേക്കുന്നത്. അതിൽ പോലും ഉടയ്ക്കാൻ സമ്മതിക്കുന്നില്ല. മനുഷ്യത്വരഹിതം. ഉച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തനം ഒന്നും ചോദിച്ചില്ല, സൈഡിലെ കണ്ട് നിന്നേ ഉള്ളൂ. എന്ത് ചോദിക്കുക ഇയാൾക്ക് മാധ്യമധർമ്മം. എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും, ആരും കോലും പിടിച്ച് നിൽക്കണ്ട. ഉംറാൻ പിണങ്ങി ക്ഷുഭിതനായി 2ാമതും. അപ്പൊ ആ മാധ്യമപ്രവർത്തകരുടെ മുഖത്തേക്കൊന്ന് സൂചിച്ച് നോക്കിയത്, ഞാനൊന്നും ചോദിച്ചില്ലല്ലോ, നീ നിനക്ക് എന്നെ പണി നോക്കിയപ്പോ കൂടെ ഞാൻ എന്നെ പണിയെടുക്കാനല്ലേ വന്നിരിക്കുന്നത്.
മൊത്തത്തിൽ ഇവർ വെറുപ്പിക്കുക. അപ്പോൾ ബഹുമാനപ്പെട്ട റഹീമിക്ക, അങ്ങയുടെ മതേതരമായ സംസ്കാരം, മതേതര വിശ്വാസങ്ങൾ, അങ്ങയുടെ ഭാര്യയും മക്കളെ വളർത്തുന്ന രീതിയൊക്കെ സാധാരണ പൊതുജനങ്ങൾക്ക്, റഹീമും അമൃതയും ഗുൽമോഹറും ഇവരെയൊക്കെ വളർത്തുന്ന രീതി, അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ മതമോ ജാതിയോ തിരഞ്ഞെടുത്തോട്ടെ എന്നൊക്കെയുള്ള നിലപാടുകൾ സാധാരണ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നത്, ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പ്രതിപക്ഷത്ത് നേതൃനിരയിൽ അങ്ങുണ്ടാവണം. റഹീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജിൽ, ഇംഗ്ലീഷിൽ അദ്ദേഹത്തെ പലപ്പോഴും കളിയാക്കിയപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് അണുവിട മാറാതെ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇംഗ്ലീഷ് തന്നെയാണ് വീണ്ടും ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അങ്ങനെ ട്രോൾ ചെയ്യപ്പെടേണ്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായും ഒരാളുടെ ഭാഷാ പരിജ്ഞാനമൊക്കെ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ഈ ഭാഷാ പരിജ്ഞാനം ഇല്ലാത്തവർ ഡൽഹിയിലേക്ക് പോകേണ്ട, എവിടെയെങ്കിലും ആവശ്യമുണ്ട്. നിയമസഭയിലൊക്കെ മത്സരിക്കാമായിരുന്നു. ഞാൻ തെറ്റ് പറയുന്നതല്ല. ഇന്നസെന്റ് ഒരു നല്ല നടനായിരുന്നു. അദ്ദേഹത്തിന് ലോക്സഭയിൽ അയച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായോ? ഇല്ല. അതുപോലുള്ള ഒരുപാട് പേരുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പോൾ കേരള നിയമസഭയിൽ ഇരിക്കുന്ന BJPയുടെ 3 MLA മാർ, അതിൽ ടാലൻ്റ് കൊണ്ടും കഴിവുകൊണ്ടും മാനേജ് ചെയ്യാനുള്ള രീതി കൊണ്ടും ഏറ്റവും പ്രഗത്ഭൻ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് അങ്ങനെയാണ്. 20-21 വയസ്സിൽ അമേരിക്കയിൽ പോയിട്ട് ബിൽ ഗേറ്റ്സിനൊപ്പം ഒരു റൂമിലിരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ ചിപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറുണ്ട്. ചിപ്പ് ഡെവലപ്മെൻറ്റിൽ BPL എന്ന് പറയുന്ന ടെലികോം കമ്പനി അദ്ദേഹമാണ് വളർത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ബിസിനസ്സുകാരനും ഭയങ്കര ബുദ്ധിശാലിയും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് വൈഭവം ഭയങ്കരമാണ്. പക്ഷെ നിയമസഭയിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിയുന്നില്ല, പെർഫോം ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഭാഷ കൈകാര്യം ചെയ്യാനുള്ള പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹത്തെ ലോക്സഭയിലോ രാജ്യസഭയിലോ എത്തിച്ചാൽ അദ്ദേഹത്തിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. എനിക്ക് ഈ ഷാഫി പറമ്പിൽ നിയമസഭയിൽ ഇരിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ലോക്സഭയിൽ ഇരിക്കുന്നത്. ശരിയല്ലേ? അദ്ദേഹത്തിന് കൃത്യമായ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം. NK പ്രേമചന്ദ്രൻ, അദ്ദേഹത്തെ പോലെ നല്ലൊരു ഡിബേറ്റർ, നല്ലൊരു പ്രാസംഗികൻ ലോക്സഭയിൽ ഉണ്ടാവണോ? അങ്ങനെ ഒരുപാട് പേരുണ്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന, കാര്യങ്ങൾ അറിയാവുന്ന ഒരുപാട് പേർ. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹം ഈ 10-35 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഡൽഹി ജീവിതം കൊണ്ട് മികച്ച രീതിയിൽ പാർലമെൻറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള മനുഷ്യനാണ്. ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മനുഷ്യൻ. റഹീം MP, റഹീം MP, അദ്ദേഹം സ്വയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് മികച്ച എൻട്രിയാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചെയ്യുന്ന മനുഷ്യൻ, ഭാഷ അറിയാൻ, കാര്യങ്ങൾ അറിയാം. അവർ റഹീമൊക്കെ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച് നിയമസഭയിൽ സാധാരണക്കാർക്കൊപ്പം ഉണ്ടാകണം എന്നുള്ളതാണ്. സ്വരാജ് യൂട്യൂബ് ചാനലുകളിൽ പോലും ഇപ്പോൾ കാണാനില്ല. റഹീമൊക്കെ ഉള്ളൂ. വേറെ ആരെയാണ് DYFI ഒരു നേതാവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക? റഹീമൊക്കെ ഇല്ലാത്തൊരു DYFI എന്ന് പറയുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അല്ല, വള്ളിയില്ലാത്ത നിക്കറ് പോലെയാണ്. സീരിയസ്ലി, വള്ളി എന്ന് പറഞ്ഞാൽ ഒരു നിക്കറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഭാഗം അതാണ്. ഉപ്പില്ലെങ്കിലും കഞ്ഞി കുടിച്ചൂടെ? പക്ഷെ വള്ളിയില്ലാതെ എങ്ങനെ നിക്കറിട്ടുകൊണ്ട് നടക്കും? പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും റഹീമിക്ക DYFI തന്നെ തുടരണം. അപ്പോൾ കോട്ടയം DYFI പിരിച്ചുവിടാം. അതങ്ങനെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ. ഈ DYFIയുടെ Y മാറ്റി M ആക്കണം. ഡെമോക്രാറ്റിക് മെയിൽ ഫെഡറേഷൻ, മൂത്ത ഫെഡറേഷൻ ഇന്ത്യ, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നത് മാറ്റി ഡെമോക്രാറ്റിക് മൂത്ത ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം.